ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളെ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഴ്ചകളിലും ദൈവവചനം പഠിച്ചു വരികയാണ്. സൺഡേ സ്കൂൾ പഠിക്കുന്നത്, ദൈവവചനം പഠിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്നും നമ്മൾ പുതിയ പാഠത്തിലേക്ക് പോകുന്നു. എന്നാൽ അതിനു മുമ്പ് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, അങ്ങയുടെ പാതപ്പെടുത്തെങ്കിലും ഒരു നിമിഷം കൂടെ ദൈവവചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് കർത്താവേ. ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. പഠിപ്പിക്കുവാൻ അടിയനെയും പഠിക്കുവാൻ കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തുമാറാണ് കർത്താവേ. നിൻ്റെ സാന്നിധ്യം അടിയങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ ഏവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനെ നമ്മൾ പഠിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു വന്നതുപോലെ ഇന്നും യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അപ്പസ്തോലന്മാരെ കുറിച്ച്. യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരായിരുന്നു? 12 പേരായിരുന്നു. അവരെയാണ് അപ്പസ്തോലന്മാരെന്ന് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പസ്തോലന്മാരുടെ പ്രത്യേകതകളും അവരാരൊക്കെയായിരുന്നു എന്ന് കുറേ ആളുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നു. ഇന്നും അടുത്ത വ്യക്തികളെക്കുറിച്ച് അടുത്ത വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലേ? റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തോമസ് എന്ന് പറയുന്ന അപ്പസ്തോലനെ കുറിച്ചാണ്. ആരാണ്? തോമസ് എന്ന് പറയുന്ന അപ്പസ്തോലനെ കുറിച്ച്. കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാം ആരാണ് ഈ തോമസ്, അല്ലേ? വേദപുസ്തകത്തിലെ 12 ശിഷ്യന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായി മാത്രമേ നമുക്ക് ഈ തോമസിനെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അതായത് ഈ തോമസിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വളരെ വിരളമായി മാത്രമേ ഈ വേദപുസ്തകത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് തോമസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും പറയുന്നത്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളൊന്നും അധികമായി കാണാനായിട്ട് തോമസിനെ കുറിച്ച് കഴിയുന്നില്ല. യേശുവിൻ്റെ വിളിക്കപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു പ്രധാനി അല്ലെങ്കിൽ ഒരുവനായിരുന്നു ഈ തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ. ഇദ്ദേഹം എങ്ങനെയാണ് സാധാരണ കൂട്ടത്തിൽ മറ്റുള്ളവരെ വിളിച്ചതുപോലെ യേശു കർത്താവ് തൻ്റെ ശിഷ്യത്വ ഗണത്തിലേക്ക് തോമസിനെയും വിളിച്ചു ചേർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ തോമസ് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ കണ്ടു പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് കുറച്ച് കൂടുതലായിട്ട് ഈ തോമസിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇദ്ദേഹവും യേശുവിൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യനായിരുന്നു. 12 ശിഷ്യന്മാരിൽ എണ്ണപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു തോമസ് എന്ന് പറഞ്ഞത്. എന്നാൽ തോമസിനെ പറ്റി നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന അപ്പസ്തോലൻ എന്ന നിലയ്ക്കാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ശരിക്കും പറഞ്ഞാൽ ഈ തോമസ് എന്ന പേരിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്. എന്താണ്? ഇരട്ട എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദിദിമോസ് എന്നും അല്ലെങ്കിൽ തോമസ് എന്നും 2 പേരുകളാണ് ഉള്ളത്. അതായത് ഈ തോമസ് എന്ന പേര് എബ്രായ ഭാഷയും ദിദിമോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലുമാണ് ഉള്ളത്. ഈ യോഹന്നാൻ സ്നാപകം പരിചയപ്പെടുത്തുമ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുമ്പോൾ ഇദ്ദേഹത്തെ ഇരട്ട പേരുള്ളവൻ, ഇരട്ട സ്വഭാവമുള്ളവൻ എന്നൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ ഈ പേരിൻ്റെ, തോമസ് എന്ന പേരിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ്, അല്ലെങ്കിൽ ഇരട്ട സ്വഭാവമുള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ്? തോമസ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലുള്ള ഒരു പേരാണ്. രണ്ടാമത്തെ ദിദിമോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു പേരാണ് ഈ ദിദിമോസ് എന്ന് പറയുന്നത്. ഈ രണ്ടും ഒരേ പേര് തന്നെയാണ്. എന്നാൽ അവിടെ ചില ആളുകൾ പറയുന്നുണ്ട് 2 പേരാണെന്നൊക്കെ. പക്ഷേ അല്ല, ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇരട്ട അല്ലെങ്കിൽ ഇരട്ട സ്വഭാവമുള്ളവൻ, ഇരട്ട പെറ്റവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. കേട്ടെ. അപ്പം ദിദിമോസ് അല്ലെങ്കിൽ ഈ തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം നോക്കുമ്പം ഒരു സംശയാലുവായ ഒരു ശിഷ്യനായിട്ടാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. എപ്പോഴും അദ്ദേഹത്തിന് ഒരു സംശയങ്ങളാണ് കർത്താവിനെക്കുറിച്ചും. കർത്താവിനെക്കുറിച്ചല്ല, കർത്താവ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഏത് ശരിക്കും പറഞ്ഞാൽ തോമസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എപ്പോഴും ഒരു ക്ലാരിറ്റി നോക്കുന്ന ഒരാളാണ്. അതായത് ഏത് കാര്യമാണെങ്കിലും അതിന് വ്യക്തമായ ഒരു തെളിവ് വേണം. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഈ തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ
ഏത് കാര്യമാണെങ്കിലും വിശ്വസിക്കത്തുള്ളൂ. ഏത് കാര്യം നമ്മൾ പറഞ്ഞോട്ടെ, അദ്ദേഹം അതൊന്നും വിശ്വസിക്കത്തില്ല. അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലാവണം ഇത് ശരിയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശു പറയുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ നിങ്ങളെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തോമസ് പറയുകയാണ്, യേശുവെ നീ പോകുന്നത് എവിടോട്ടാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടോട്ട് വരുന്നത്, ഞങ്ങൾക്ക് അതിനുള്ള വഴി പോലും എങ്ങനെ അറിയത്തില്ല. തോമസിൻ്റെ ആ ഒരു സംശയം കണ്ടോ. എന്നാൽ കർത്താവ് അവിടെ പറയുകയാണ്, വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്ന എവിടെ? സ്വർഗത്തിലാണ്, അവിടോട്ട് ഞാൻ നിങ്ങളെയും ചേർക്കും. ശരിക്കും പറഞ്ഞ തോമസിൻ്റെ ആ ഒരു ചോദ്യം നമുക്കും ആ യേശു കർത്താവ് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലേ? വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. യേശു തന്നെക്കുറിച്ച് പറഞ്ഞ് തൻ്റെ സുവിശേഷ കാലഘട്ടത്തിലൊക്കെ താൻ സുവിശേഷീകരിക്കുമ്പോഴൊക്കെ എവിടെ നോക്കിയാലും തോമസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയ ദൂരീകരണം അവിടെ കാണാനായിട്ട് കഴിയും. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ശരിക്കും യേശു കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരിൽ ഉള്ള ഒരാളാണ്. എന്നാൽ അധികം പ്രതിപാദിക്കപ്പെടാത്ത ഒരു വ്യക്തിയായി മാത്രം നമ്മൾ കാണുന്നു. എന്നാൽ യേശുവിൻ്റെ മരണശേഷം, യേശുവിൻ്റെ കല്ലറ അടക്കത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം യേശു മറ്റ് ശിഷ്യന്മാർക്കെല്ലാം വെളിവായെന്ന് അവരെല്ലാം പറഞ്ഞു. ഈ തോമസിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മറ്റു ശിഷ്യന്മാരൊക്കെ വന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാനിതൊന്നും വിശ്വസിക്കത്തില്ല, ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് കാണണം, ഞാൻ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ ഇവർ മാത്രമുള്ള മുറിയിലേക്ക് യേശു കർത്താവ് പ്രത്യക്ഷനാവുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഈ തോമസ് പറയുക, കർത്താവും എൻ്റെ രക്ഷിതാവുമായ ദൈവമേ എന്ന് പറഞ്ഞ് തോമസ് യേശുവിനെ അംഗീകരിക്കുകയാണ്. നോക്കിക്കേ, തോമസിൻ്റെ ഒരു സ്വഭാവം കണ്ടോ, താൻ കാണാതെ വിശ്വസിക്കുന്നില്ല, എന്നാൽ കണ്ടു കഴിഞ്ഞ് വിശ്വസിക്കാതെയും ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. താൻ വിശ്വസിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി അവൻ ഉറപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശരിക്കും ഈ തൻ്റെ സുവിശേഷീകരണ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല ചരിത്രകാരന്മാർ പറയുന്നത് AD 52 ഈ ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വേണ്ടി എത്തിയത് ഈ തോമസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. പല പാരമ്പര്യമായ പല പറച്ചിലുകളിലും ചില പുസ്തകങ്ങളിലും ചരിത്രരേഖകളിലും ഒക്കെ നമുക്ക് തോമസ് ആണ് കേരളത്തിൽ സുവിശേഷീകരണത്തിന് വേണ്ടി എത്തിയത്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ സുവിശേഷീകരണത്തിന് വേണ്ടി ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയത് തോമസ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം യേശു ആ തോമസ് ആണ് AD 52 ഇന്ത്യയിൽ വന്ന് സുവിശേഷീകരണം നടത്തിയ ഒരു തോമസ് എങ്കിൽ അത്രത്തോളം ഈ കർത്താവിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അപ്പോസ്തലന്മാർ തയ്യാറായി എന്നുള്ളതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ തോമസും എന്ത് ചെയ്തു? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പെടുന്ന തോമസും യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും യാത്രയായി. സംശയ നിവാരണം വരുത്താൻ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു. ഏത് കാര്യമാണെങ്കിലും അത് യേശു കർത്താവിനോടാണെങ്കിൽ പോലും തൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംശയത്തെ ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കി ആ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് താൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് മനോഹരമായ കാര്യമാണല്ലേ? ഏത് കാര്യമാണെങ്കിലും ചുമ്മാ അത് ശരിയായിരിക്കുമോ, ഇത് ശരിയായിരിക്കുമോ, ആ ഒരു സംശയം വെച്ചുകൊണ്ടല്ല തോമസ് മുമ്പോട്ട് പോയത്. താൻ യേശുവിനെ കണ്ട മാത്രയിൽ, ഞാൻ മുമ്പേ പറഞ്ഞു, അവർ കൂടിയിരിക്കുമ്പോൾ യേശു അവർക്ക് നടുവിൽ പ്രത്യക്ഷനായി. അപ്പം അത് മാത്രമേ ഉള്ളൂ. കണ്ടപ്പോഴേ തോമസിന് വിശ്വാസമായി. അവൻ ഉടനെ പറയുക, എൻ്റെ കർത്താവും രക്ഷിതാവുമായ ദൈവമേ, എൻ്റെ യേശു കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിനോട് ചേരുന്ന ഒരു തോമസിനെ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർ പലതും പറഞ്ഞ് വിശ്വസിക്കുകയല്ല, മറിച്ച് സ്വന്തം അനുഭവത്തിലൂടെ വിശ്വസിക്കുന്ന ഒരു തോമസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ ജീവിതത്തിലെ സുവിശേഷീകരണ കാലത്തിലെ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഒത്തിരിയായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുകയും വായിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം തോമസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് കാര്യത്തെയും വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് യേശുവിൻ്റെ ശിഷ്യനായ തോമസിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കൂട്ടുകാരോടും അങ്കിളിനും പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എവിടെയാണോ, ഏത് സാഹചര്യമാണോ, എന്താണോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ
സംശയ ദൂരീകരണം നടത്തിക്കൊണ്ട് തന്നെ വേണം യേശു കർത്താവിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, വേദപുസ്തകം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കിയിട്ട് ആ കർത്താവിന് വേണ്ടി നിലകൊള്ളുക. ഇത് മാത്രമേ അങ്കിളിന് പറയാനുള്ളൂ. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, യേശു കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസിനെ പറ്റി പഠിക്കുവാൻ ഇടവരുന്നല്ലോ കർത്താവെ. പല സ്വഭാവങ്ങളുണ്ടെങ്കിൽ പോലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആ തോമസിനെ ഇടവരുത്തിയല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു കർത്താവെ, നിൻ്റെ സാന്നിധ്യത്താൽ അടിയങ്ങളെ നിറയ്ക്കണമേ. യാതൊരു സംശയത്തിനും ഇട നൽകാതെ അങ്ങ് തന്നെയാണ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കർത്താവിനെക്കുറിച്ച് യാതൊരു വിധമായ സംശയങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടാവാതെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.